ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മണിക ടെക്സ്റ്റ് ബുക്കിൻ്റെ 7th ചാപ്റ്ററായ സാധുവൃത്തിം സമാചരേത് എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ. അധോലിഖിതാൻ പ്രശ്നാൻ ഏകപദേന ഉത്തരത്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് 1 വേർഡിൽ ആൻസർ എഴുതുക. പ്രച്ഛന്നഭാഗ്യഃ കുത്ര അവസത്. പ്രച്ഛന്നഭാഗ്യൻ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? കർമ്മപുര നഗരേ, കർമ്മപുര എന്ന നഗരത്തിൽ. പ്രച്ഛന്നഭാഗ്യഃ കം പാപമാർഗം തെക്തും അകഥയത്. പ്രച്ഛന്നഭാഗ്യൻ ആരോടാണ് പാപമാർഗം ത്യജിക്കാനായിട്ട് പറഞ്ഞത്? ദുഷ്ടബുദ്ധിം, ദുഷ്ടബുദ്ധിയോട്. പ്രച്ഛന്നഭാഗ്യസ്യ പത്നി കീദൃശി ആസീത്. പ്രച്ഛന്നഭാഗ്യൻ്റെ ഭാര്യ എങ്ങനെയുള്ളവളായിരുന്നു? ബുദ്ധിമതി, ബുദ്ധിമതിയായിരുന്നു. ഓക്കെ. ആപദാം തരണിഹി കിം അസ്തി. ആപത്തിൽ വള്ളം എന്നത് എന്താണ്? ധൈര്യം. പത്ന്യാഹ പരാമർശേന സഹ കസ്യ ക്ഷേത്രേ കാര്യം പ്രാരഭത്. ഭാര്യയുടെ ഉപദേശത്താൽ അവൻ ആരുടെ പാടത്താണ് ജോലി ചെയ്യാൻ തുടങ്ങിയത്? കൃഷകസ്യ, കർഷകൻ്റെ. കീദൃശഃ പ്രച്ഛന്നഭാഗ്യഃ സ്വഗൃഹം പ്രത്യാഗച്ഛത്. എങ്ങനെയുള്ള പ്രച്ഛന്നഭാഗ്യനാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്? സമുപജാത വിവേകഃ, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവനായിട്ടാണ്. ഓക്കെ. സുവർണപൂരിതഃ കലശഃ കസ്യ വൃക്ഷസ്യ മൂലേ സ്ഥിതഃ ആസീത്. സ്വർണത്താൽ നിറഞ്ഞ കുടം ഏത് മരത്തിൻ്റെ വേരിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്? അശ്വത് വൃക്ഷസ്യ, പീപ്പൽ എന്ന മരത്തിൻ്റെ വേരിൽ. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാൻ പ്രശ്നാൻ പൂർണ്ണവാക്യേന ഉത്തരത്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. ദുഷ്ടബുദ്ധി കലശേ കം അപശ്യത്. ദുഷ്ടബുദ്ധി കുടത്തിൽ എന്താണ് കണ്ടത്? ദുഷ്ടബുദ്ധി കലശേ ഏകം ഭയങ്കരം വിഷധരം അപശ്യത്. ദുഷ്ടബുദ്ധി കുടത്തിൽ ഒരു ഭയാനകമായ സർപ്പത്തെയാണ് കണ്ടത്, പാമ്പിനെയാണ് കണ്ടത്. ഓക്കെ. ദുഷ്ടബുദ്ധി കലശം കിമർത്ഥം മിത്രസ്യ ഗൃഹേ അപാതയത്. ദുഷ്ടബുദ്ധി കുടത്തെ എന്തിനാണ് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് എറിഞ്ഞത്? സ്വമിത്രം സർപ്പേണ മാരയിത്തും ഇച്ഛൻ. സ്വന്തം സുഹൃത്തിനെ സർപ്പത്തെ കൊണ്ട് കൊല്ലിക്കാനായി ആഗ്രഹിച്ച് ദുഷ്ടബുദ്ധി കലശം തസ്യ ഗൃഹേ അപാതയത്. സ്വന്തം സുഹൃത്തിനെ പാമ്പിനെ കൊണ്ട് കൊല്ലിക്കാനായി ആഗ്രഹിച്ചാണ് ദുഷ്ടബുദ്ധി കുടത്തെ അവൻ്റെ വീട്ടിലേക്ക് എറിഞ്ഞത്. പ്രച്ഛന്നഭാഗ്യസ്യ ചക്ഷുഷി കേന സമുന്മീലിതേ. പ്രച്ഛന്നഭാഗ്യൻ്റെ കണ്ണുകൾ ആരാലാണ് തുറക്കപ്പെട്ടത്? പ്രച്ഛന്നഭാഗ്യസ്യ ചക്ഷുഷി ബാലവചസ സമുന്മീലിതേ. പ്രച്ഛന്നഭാഗ്യൻ്റെ കണ്ണുകൾ കുട്ടികളുടെ വാക്കുകളാലാണ് തുറക്കപ്പെട്ടത്. സർപ്പഃ കം ദഷ്ട്വാൻ. സർപ്പം ആരെയാണ് കൊത്തിയത്? സർപ്പഃ ദുഷ്ടബുദ്ധിം ദഷ്ട്വാൻ. സർപ്പം ദുഷ്ടബുദ്ധിയെയാണ് കൊത്തിയത്. നരഃ കീദൃശിം വൃത്തിം സമാചരേത്. മനുഷ്യൻ എത്തരത്തിലുള്ള സ്വഭാവമാണ് ആചരിക്കേണ്ടത്? നരഃ സാധുവൃത്തിം സമാചരേത്. മനുഷ്യൻ നല്ല സ്വഭാവമാണ് ആചരിക്കേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. കലശപാത ശബ്ദേന പ്രബുദ്ധൗ ദമ്പതി കിം അപശ്യതാം. കുടം വീണ ശബ്ദത്താൽ എണീറ്റ ദമ്പതികൾ എന്താണ് കണ്ടത്? കലശപാത ശബ്ദേന പ്രബുദ്ധൗ ദമ്പതി മണീനാം ആഭയ ഭാസമാനം സ്വഗൃഹം അപശ്യതാം. കുടം വീണ ശബ്ദത്താൽ എണീറ്റ ദമ്പതികൾ മാണിക്യത്തിൻ്റെ തിളക്കത്താൽ തിളങ്ങുന്ന സ്വന്തം വീടിനെയാണ് കണ്ടത്. പരദ്രവ്യേ അനാസക്ത ബുദ്ധിമതി കിം ന്യവേദയത്. മറ്റുള്ളവരുടെ സമ്പത്തിൽ ആർത്തിയില്ലാത്ത ബുദ്ധിമതി എന്താണ് പറഞ്ഞത്? പരദ്രവ്യേ അനാസക്ത ബുദ്ധിമതി ന്യവേദയത്. മറ്റുള്ളവരുടെ സമ്പത്തിൽ ആർത്തിയില്ലാത്ത ബുദ്ധിമതി പറഞ്ഞത്, നാഥ, ഹേ സ്വാമി, വിരം അസ്മാത് ലോഭാത്. ആർത്തി വിട്ടാലും. അടുത്ത ചോദ്യം നോക്കാം. अधोलिखितानि वाक्यानि पठित्वा स्थूलपदम् आश्रित्य प्रश्ननिर्माणं क्रियताम्.
താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് വായിച്ച് ബോൾഡ് വേർഡ്സിൽ എഴുതിയേക്കുന്ന വേർഡിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ. വിഷാദം തെക്വാ ഉദ്യമഃ ക്രിയതാം. സങ്കടം വിട്ട് പരിശ്രമിച്ചാലും. വിഷാദം, സങ്കടം. അപ്പം എന്ത് വിട്ടിട്ടാണ് പരിശ്രമിക്കേണ്ടത് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? കിം തെക്വാ ഉദ്യമഃ ക്രിയതാം. ജലബിന്ദു നിപാതേന ക്രമശഃ ഘടഃ പൂര്യത്തെ. വെള്ളത്തിൻ്റെ ഓരോ തുള്ളി വീഴുന്നതിലൂടെ ക്രമത്തിൽ കുടം നിറയുന്നു. എന്താലാണ് ക്രമത്തിൽ കുടം നിറയുന്നത് എന്നാണ് ചോദ്യം വരേണ്ടത്. എങ്ങനെ എഴുതും? കേൻ ക്രമശഃ ഘടഃ പൂര്യത്തെ. കൃഷകസ്യ ക്ഷേത്രേ ശ്രമം കൃത്വാ സധനം ആർജിത്വാൻ. അപ്പോൾ എന്താണ്? കർഷകൻ്റെ പാടത്ത് പരിശ്രമിച്ച് അവൻ ധനം ആർജിച്ചു. ശ്രമം എന്ന വേർഡാണ് ബോൾഡ് ഇവിടെ. അപ്പോൾ എന്താണ് ചോദ്യം വരേണ്ടത്? എന്ത് ചെയ്തിട്ടാണ് ഓക്കെ അവൻ ധനം ആർജിച്ചെന്നാണ് പറയേണ്ടത് അല്ലേ? അപ്പോൾ കൃഷകസ്യ ക്ഷേത്രേ കിം കൃത്വാ സ ധനം ആർജിത്വാൻ. കർഷകൻ്റെ പാടത്ത് എന്ത് ചെയ്തിട്ടാണ് അവൻ ധനം ആർജിച്ചത്, ഉണ്ടാക്കിയെടുത്തത്? ധൈര്യം ആപദാം തരണിഹി. ധൈര്യം ആപത്തിൽ വള്ളമാണ്. അതായത് ആപത്തിൽ വള്ളം ധൈര്യം പോലെയാണ്. ഓക്കെ. അപ്പം ആപദാം, ആപത്തിൽ എന്നാണ് ബോൾഡിൽ എഴുതിയേക്കുന്നത്. അപ്പം എന്താണ് ചോദ്യം വരേണ്ടത്? എന്തിൽ എന്നാണ് പറയേണ്ടത് അല്ലേ? അപ്പം എങ്ങനെ എഴുതും? ധൈര്യം കാസാം തരണിഹി. ധൈര്യം എന്തിലാണ്? വള്ളം. നരഹ് സാധുവൃത്തിം സമാചരീത്. മനുഷ്യൻ നല്ല സ്വഭാവം ആചരിക്കണം. ഇവിടെ ഇപ്പോൾ സാധുവൃത്തിം എന്നതാണ് ബോൾഡ് വേർഡിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ നല്ല സ്വഭാവം. അപ്പം എത്തരത്തിലുള്ള സ്വഭാവം എന്നാണ് ഇവിടെ വരേണ്ടത് അല്ലേ? നരഹ് കീദൃശം വൃത്തിം സമാചരേത്. മനുഷ്യൻ എത്തരത്തിലുള്ള സ്വഭാവമാണ് ആചരിക്കേണ്ടത്? അടുത്ത നോക്കാം. പ്രച്ഛന്നഭാഗ്യസ്യ ഗൃഹം മണീനാം ആഭയ ഭാസമാനം അഭവത്. പ്രച്ഛന്നഭാഗ്യൻ്റെ വീട് മാണിക്യത്തിൻ്റെ തിളക്കത്താൽ തിളങ്ങി. അപ്പോൾ എന്തിൻ്റെ തിളക്കത്താൽ തിളങ്ങി എന്നല്ലേ ചോദ്യം വരേണ്ടത്? അപ്പോൾ എങ്ങനെ എഴുതും? പ്രച്ഛന്നഭാഗ്യസ്യ ഗൃഹം കേശാം ആഭയ ഭാസമാനം ഭവത്. പ്രച്ഛന്നഭാഗ്യൻ്റെ വീട് എന്തിൻ്റെ തിളക്കത്താലാണ് തിളങ്ങിയത്? അടുത്ത ചോദ്യം നോക്കാം. അധോ ലിഖിതാൻ പ്രശ്നാൻ യഥാനിർദ്ദേശം ഉത്തരത്ത്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണോ ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്നത് അതനുസരിച്ച് ഉത്തരം എഴുതുക. ഓക്കെ. സാധുജനഗാർഹിതം ഇമം പന്ഥാനം ത്യജതു ഭവാൻ. വാക്യേസ്മിൻ കർത്തൃപദം കിമസ്തി. ഈ സെൻറ്റൻസിൽ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ കർത്തൃപദം ഇതാണ് ഭവാൻ. അഹോ വിചിത്രഃ സ്വപ്നോ മയാ ദൃഷ്ടഃ. അത്ര വിശേഷണപദം കിം അസ്തി. ഈ സെൻറ്റൻസിൽ ഇവിടെ വിശേഷണപദം ഏതാണ്? വിചിത്രഃ. അടുത്ത ചോദ്യം നോക്കാം. പതിതാത് കലശാത് ബഹിഃ നിർഗത്യ വിഷധരഃ ദുഷ്ടബുദ്ധിം ദഷ്ട്വാൻ. അസ്മിൻ വാക്യേ പ്രവിശ്യ ഇതി പദസ്യ വിലോമപദം കിം പ്രയുക്തം. ഈ സെൻറ്റൻസിൽ പ്രവിശ്യ അതായത് പ്രവേശിച്ചിട്ട് ഇതി പദസ്യ എന്ന വേർഡിൻ്റെ വിലോമപദം കിം പ്രയുക്തം. വിലോമപദമായിട്ട് ഏതാണ് പ്രയോഗിച്ചിരിക്കുന്നത്? നിർഗത്യ, ഇറങ്ങിയിട്ട്. ഓക്കെ. അനേന വചസ പ്രതിഹതാന്തഃ കരണഃ പ്രച്ഛന്നഭാഗ്യഃ അചിന്തയത്. വാക്യേ അസ്മിൻ ക്രിയാപദം കിം അസ്തി. ഈ സെൻറ്റൻസിൽ ഇവിടെ ക്രിയാപദം ഏതാണ്? അചിന്തയത്. ഗൃഹേ തസ്യ ഭാര്യ സപദി സമാഗതം പതിം ദൃഷ്ട്വാ അപൃച്ഛത്. അത്ര ശീഘ്രം ഇതി പദസ്യ പര്യായപദം കിം പ്രയുക്തം. അതായത് ഇവിടെ ശീഘ്രം എന്ന വേർഡിൻ്റെ, പെട്ടെന്ന് എന്ന വേർഡിൻ്റെ പര്യായപദം, അതായത് ഒരേ അർത്ഥം വരുന്ന പദം ഏതാണ് പ്രയോഗിച്ചിരിക്കുന്നത്? സപദി, പെട്ടെന്ന്. അടുത്ത നോക്കാം. ദുഷ്ടബുദ്ധിഃ തു തസ്യ സദ്വചനാനി തിരസ്കൃത്യ ഗ്രാമാഭിമുഖം പ്രാചലത്. അസ്മിൻ വാക്യേ തസ്യ ഇതി സർവനാമപദം കസ്മൈ പ്രയുക്തം. ഇവിടെ ഈ സെൻറ്റൻസിൽ തസ്യ എന്ന സർവനാമപദം ആർക്കായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്? പ്രച്ഛന്നഭാഗ്യായ, പ്രച്ഛന്നഭാഗ്യന് വേണ്ടി. ഓക്കെ.
വിചിത്ര ഖലു ദൈവഗതിഃ. അത്ര വിശേഷപദം കിം അസ്തി? ഇവിടെ വിശേഷപദം ഏതാണ് ഈ സെൻറ്റൻസിൽ? ദൈവഗതിഃ. അടുത്ത ചോദ്യം നോക്കാം. ഘടനാക്രമാനുസാരം വാക്യാനി പുസ്തികായാം ലിഖത്. എങ്ങനെയാണോ ഇൻസിഡൻറ്റ് നടന്നത് അതനുസരിച്ച് എടുത്ത് എഴുതുക. ഓക്കെ, ആദ്യം എന്താ നടന്നേ? പ്രച്ഛന്നഭാഗ്യഃ നാമകഃ ഏകഃ കുമാരഃ കർമ്മപുര നഗരെ അവസത്. പ്രച്ഛന്നഭാഗ്യ എന്ന പേരുള്ള ഒരു കുമാരൻ കർമ്മപുര നഗരത്തിൽ താമസിക്കുന്നു. ബാല്യേ സഹ ദുഷ്ടബുദ്ധി നാംന ചൗരേണ സഹ ചൗര്യകർമ്മണി സംലഗ്നഃ അഭവത്. കുട്ടിക്കാലത്ത് അവൻ ദുഷ്ടബുദ്ധി എന്ന പേരുള്ള കള്ളനോടൊപ്പം മോഷണകാര്യങ്ങളിൽ ഏർപ്പെടുന്നു. പിന്നെന്താ സംഭവിച്ചേ? അവരങ്ങനെ ഒരു സേട്ടിൻ്റെ വീട്ടിൽ മോഷ്ടിക്കാനായിട്ട് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ പൊക്കോണ്ടിരിക്കുമ്പം കുണ്ടും കുഴിയുള്ള വഴിയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഴികൾ നിറഞ്ഞ വഴിയിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇവർ ഉപദേശിക്കുന്ന രീതിയിൽ അവരോട് പറയാണ്, മക്കളെ, ഈ കുഴികളിൽ വല്ലതും വീണ് കഴിഞ്ഞാൽ നിങ്ങൾ കൈയും കാലുമൊക്കെ ഓടിയും നല്ല വേദനയായിരിക്കും. നിങ്ങൾ എന്തിനാ ഈ വഴിയിൽ കളിക്കണേ? ഇത് നല്ല വഴിയല്ല എന്ന്. അപ്പം അതിൽ ഒരു കുസൃതി കുട്ടി പറയാണ്, നല്ല വഴിയിലാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ഈ മോശം വഴി തിരഞ്ഞെടുത്തേ എന്ന്. അപ്പോൾ പ്രച്ഛന്നഭാഗ്യന് പെട്ടെന്ന് ബോധോദയം ഉണ്ടാവുകയാണ്. ശരിയാണല്ലോ, ഞാൻ ചെയ്തുകൊണ്ടിരുന്നതും ചെയ്യാൻ പോകുന്നതും എല്ലാം പാപമാണല്ലോ എന്ന് ഓർത്ത് സങ്കടത്തിലായി. ഓക്കെ, അതാണ് ഇവിടുത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. മാർഗേ ഗച്ഛതഃ പ്രച്ഛന്നഭാഗ്യസ്യ മനഃ കേനചിത് ബാലവചസ പ്രതിഹതം അഭവത്. അതായത് വഴിയിലൂടെ പോകവേ പ്രച്ഛന്നഭാഗ്യൻ്റെ മനസ്സ് ഒരു കുട്ടിയുടെ വാക്കാൽ ക്ഷതമേറ്റു. ഇയാൾക്ക് സങ്കടമായി. പിന്നെന്താ സംഭവിച്ചേ? സഹ പാപപഥം തെക്ത്വ ഗൃഹം ആഗച്ഛത്. അവൻ പാപമാർഗം വെടിഞ്ഞ് വീട്ടിലേക്ക് വന്നു. പശ്ചാത്താപേന ദഗ്ധമാനസഃ സഹ സർവം വൃത്താന്തം ഭാര്യായായി നിവേദ സകരുണം അക്രന്ദത്. പശ്ചാത്താപത്താൽ സങ്കട മനസ്സോടെയുള്ള അവൻ എല്ലാം വൃത്താന്തവും നടന്നതെല്ലാം തന്നെ ഭാര്യയോട് പറഞ്ഞ് കരഞ്ഞു. പത്ന്യാഹ പരാമർശേന സഹ പരിശ്രമം കൃത്വ ശനൈഃ പ്രഭൂതം ധനം അർജിത്വാൻ. പിന്നെന്താ നടന്നത്? ഭാര്യ കുറേ ഉപദേശങ്ങൾ നൽകുകയാണ്. വിഷമിക്കേണ്ട, കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തിനാ, ശ്രമിക്കാം, നമുക്ക് നന്നായിട്ട് പരിശ്രമിക്കാം എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് പത്ന്യാഹ പരാമർശേന, ഭാര്യയുടെ ഉപദേശത്താൽ അവൻ പരിശ്രമിച്ച് പതുക്കെ പതുക്കെ ഏറെ ധനം ഉണ്ടാക്കി. മിത്രസ്യ ധനാഗമ വൃത്താന്തം ശ്രുത്വ ദുഷ്ടബുദ്ധിഃ തസ്യൈവ ഗൃഹേ ചൗര്യാർത്ഥം അഗച്ഛത്. കൂട്ടുകാരൻ്റെ പൈസയുടെ വരവിനെ കുറിച്ചുള്ള വാർത്ത കേട്ട്, അതായത് പൈസ കുറേ ഉണ്ടാക്കി എന്ന വാർത്ത കേട്ട് ദുഷ്ടബുദ്ധി അവൻ്റെ തന്നെ വീട്ടിൽ, അതായത് അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ തന്നെ മോഷണത്തിനായിട്ട് വന്നു. പ്രച്ഛന്നഭാഗ്യസ്യ സ്വപ്നവാർത്താ ശ്രുത്വ സഹ ജട്ടിതി ക്ഷേത്രം അഗച്ഛത്. ഇങ്ങനെ വന്നപ്പോഴാണ് വന്ന് വീടിൻ്റെ അടുത്തേക്ക് വന്ന് വീട് പൊളിക്കാനായിട്ടൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് പ്രച്ഛന്നഭാഗ്യൻ ഒരു സ്വപ്നം കണ്ട് എണീറ്റത്. എന്നിട്ട് അത് ഭാര്യയോട് പറയുമ്പോഴാണ് ആരിത് കേൾക്കുന്നത്? ദുഷ്ടബുദ്ധി കേൾക്കുന്നത്. പ്രച്ഛന്നഭാഗ്യസ്യ സ്വപ്നവാർത്താ ശ്രുത്വ സഹ ജട്ടിതി ക്ഷേത്രം അഗച്ഛത്. ആരാണ് വേഗം പാടത്തേക്ക് പോയത്? ദുഷ്ടബുദ്ധി. ഓക്കെ, ആട്ടെ, പിന്നെന്താ സംഭവിച്ചേ? അങ്ങനെ പ്രച്ഛന്നഭാഗ്യം കണ്ട സ്വപ്നം സത്യമാകും എന്ന് കരുതിക്കൊണ്ട് ദുഷ്ടബുദ്ധി പാടത്തേക്ക് പോവുകയാണ്. ആ പീപ്പിളിൻ്റെ മരത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെന്താ സംഭവിച്ചേ? ദുഷ്ടബുദ്ധിഃ അശ്വത് മൂലം ഖനിത്വ സുവർണകലശം പ്രാപ്തുവാൻ. അതായത് ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? പ്രച്ഛന്നഭാഗ്യൻ കണ്ട സ്വപ്നം സത്യമായിരിക്കുകയാണ്. അങ്ങനെ ദുഷ്ടബുദ്ധി എന്ത് ചെയ്തു? പീപ്പിളിൻ്റെ മരത്തിൻ്റെ വേരിൽ കുഴിച്ച് സ്വർണകലശം പ്രാപ്തമാക്കി. എന്നിട്ടോ സഹ സുവർണകലശസ്യ ആവരണം അപസാരിത്വാൻ തദൈവ തസ്മിന്നേകം ഭയങ്കരം വിഷധരം ദൃഷ്ടുവാൻ. എപ്പോഴാണോ അവൻ, അതായത് ആ ദുഷ്ടബുദ്ധി, സ്വർണകലശത്തിൻ്റെ മൂടി, അതായത് ആ അടപ്പ് മാറ്റിയത്, അപ്പോൾ തന്നെ അവനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സർപ്പത്തെ കണ്ടു. അടുത്ത ചോദ്യം നോക്കാം. മഞ്ജുഷായാം കാനിചിത് വിശേഷണാനി സന്തി. ബോക്സിനകത്ത് കുറച്ച് വിശേഷണങ്ങളുണ്ട്. താനി ഉപയുക്ത പാത്രേണ സഹ യോജത്. അവയെ യോജിച്ച ക്യാരക്ടേഴ്സിനോടൊപ്പം ചേർത്ത് എഴുതുക. അതായത് ഇവിടെ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്, അവരുടെ വിശേഷണങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്യാരക്ടറിനും പറ്റിയ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എടുത്ത് എഴുതണം. ഓക്കെ,
പ്രച്ഛന്നഭാഗ്യഃ എന്തൊക്കെ വരിക? വിദ്യാപരാങ്കമുഖഃ, പരിശ്രമി, സമുപചാത വിവേകഃ, ശാന്തചിത്തഃ. ദുഷ്ടബുദ്ധിഃ ചൗരഃ, ദുഷ്ടബുദ്ധിയുടെ എന്തൊക്കെയാ വിശേഷണങ്ങൾ? ചൗരഃ, കൃതഘ്നഃ, ലോഭി, ഈർഷ്യാലുഃ. പ്രച്ഛന്നഭാഗ്യസ്യ പത്നി, പ്രച്ഛന്നഭാഗ്യൻ്റെ ഭാര്യയുടെയോ? ബുദ്ധിമതി, ധൈര്യവതി, ലോഭരഹിത, അനാസക്ത. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാനാം ക വാക്യാനാം ഖ വാക്യാംശൈഃ സ ഉചിതം സംയോജനം കൃത്വ പുസ്തികായാം ലിഖത്. ക വാക്യത്തിനെ ഖ വാക്യവുമായിട്ട് യോജിപ്പിച്ച് എഴുതുക. അതായത് കറക്റ്റായിട്ടുള്ളത് എന്താണോ വരുന്നത് അതനുസരിച്ച് യോജിപ്പിച്ച് എഴുതേണ്ടതാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ അർത്ഥം എടുത്തു പറയണില്ല. ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അതൊന്ന് പോയി കാണുക, അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. സഖേ യദി മാം മിത്രസ്ഥാനെ പരിഗണയസി തർഹി സാധുജനഗാർഹിതം പന്ഥാനം ത്യജതു ഭവാൻ. ജലബിന്ദുനിപാതേന ക്രമശഃ പൂര്യത്തെ ഘടഃ. സഹലകാര്യം കൃത്വാ ശ്രമേണ പ്രഭൂതം ധനം അർജിത്വാൻ. ബുദ്ധിമതി സ അവദത് അലം ചിന്തയാ ആപദാം തരണിഃ ധൈര്യം. ഗുരുപദേശേന ഇവ അനേന ബാലവചസ മമ ചക്ഷുഷി സമുന്മീലിതേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതം കഥനം കഹ കം കഥയതി. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആര് ആരോടാണ് പറഞ്ഞത് അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതനുസരിച്ചാണ് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. കഥം ഭവന്തൗ സുപദം പരിത്യജ് കുപതേന ഗന്തും പ്രവൃത്തൗ. എന്തിനാ നിങ്ങൾ നേർവഴി വിട്ട് മോശം വഴിയിലൂടെ പോകാൻ തയ്യാറായത്? ഇതാരാ പറഞ്ഞേ? ഉദണ്ഡ ബാലകഃ, അതായത് ഒരു കുസൃതി കുട്ടിയാണ് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത്? പ്രച്ഛന്നഭാഗ്യം ദുഷ്ടബുദ്ധിം ച, പ്രച്ഛന്നഭാഗ്യനോടും ദുഷ്ടബുദ്ധിയോടും. സഖേ സാധുജന ഗാർഹിതം ഇമം പന്ഥാനം ത്യജതു ഭവാൻ. ഹേ മിത്രമേ, നല്ലവരായ മനുഷ്യരാൽ കുറ്റപ്പെടുത്തുന്ന ഈ വഴി അങ്ങ് ത്യജിച്ചാലും. ഇതാരാ പറഞ്ഞേ? പ്രച്ഛന്നഭാഗ്യനാണ് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത്? ദുഷ്ടബുദ്ധിയോട്. പ്രച്ഛന്നഭാഗ്യഃ ദുഷ്ടബുദ്ധിം. ഇതാനും വിഷാദം തെക്ത്വാ ഉദ്യമഃ ക്രിയതാം. ഈ സങ്കടം വിട്ട് പരിശ്രമിച്ചാലും എന്ന് പറഞ്ഞ ആരാണ്? പ്രച്ഛന്നഭാഗ്യൻ്റെ ഭാര്യ, പ്രച്ഛന്നഭാഗ്യസ്യ പത്നി. ആരോടാണ് പറഞ്ഞത്? പ്രച്ഛന്നഭാഗ്യത്തിനോട്, പ്രച്ഛന്നഭാഗ്യൻ. ഓക്കെ, അടുത്ത നോക്കാം. അഹോ വിചിത്രഃ സ്വപ്നോ മയാ ദൃഷ്ട. ഓഹോ, ഞാനൊരു വിചിത്ര സ്വപ്നം കണ്ടു. ആരാ പറഞ്ഞേ? പ്രച്ഛന്നഭാഗ്യഃ, പ്രച്ഛന്നഭാഗ്യനാണ് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത്? സ്വപത്നിം, സ്വന്തം ഭാര്യയോട്. നാഥ വിരമസ്മാത് ലോഭാത്. ഹേ സ്വാമി, ഈ ആർത്തി വിട്ടാലും. ഇതാരാ പറഞ്ഞേ? പ്രച്ഛന്നഭാഗ്യൻ്റെ ഭാര്യയാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ എന്തെഴുതും? പ്രച്ഛന്നഭാഗ്യസ്യ പത്നി. ആരോടാ പറഞ്ഞേ? പ്രച്ഛന്നഭാഗ്യനോട്. എന്തെഴുതും? പ്രച്ഛന്നഭാഗ്യം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മഞ്ജുഷായാഃ സമുചിതപദാനാം ചയനം കൃത്വാ അതോ ദത്തശബ്ദാനാം ത്രയഃ പര്യായഃ ദീയന്താം. ബോക്സിനകത്ത് ചില വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് താഴെ തന്നിരിക്കുന്ന വേർഡിന് യോജിച്ച 3 പര്യായ പദങ്ങൾ എടുത്ത് എഴുതണം. അതാണിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, രാത്രിഹി, അതായത് രാത്രി. എന്തൊക്കെയാ വരിക? ശർബരി, നിഷ, രുചനി. ധനം, അതായത് കാശ്. എന്തൊക്കെ വരിക? ദ്രവിണം, അർത്ഥഃ, വിത്തം. പിന്നെയോ സർപ്പഃ. എന്തൊക്കെ വരിക? ഭുജഗഃ, അഹിഹി, വിഷധരഃ. ദൃഷ്ട്വാ, കണ്ടിട്ട്. വീക്ഷ്യ, വിലോക്യ, പ്രേക്ഷ്യ. നേത്രം, അതായത് കണ്ണ്. എന്തൊക്കെ വരിക? അക്ഷി, ലോചനം, ചക്ഷുഹു. ത്യക്ത്വാ, അതായത് ത്യജിച്ച്. ഇതൊക്കെ വരിക? പരിത്യജ്യ, ഹിത്വാ, വിഹായ. ഗൃഹം, അതായത് വീട്. നികേതനം, ഗേഹം, സദനം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
ഉദാഹരണാനുസാരം സമസ്തപദൈഹി വാക്യാനി പൂരയത്. അപ്പം നമുക്ക് നോക്കാം. ക്ലേശാനാം പരമ്പര, ക്ലേശപരമ്പര, ഗുരോഃ ഉപദേശഃ, ഗുരുപദേശഃ, പരേഷാം ദ്രവ്യേ, പരദ്രവ്യേ, കലശസ്യ പാദേന, കലശപാദേന, വിദ്യായാഃ പരാങ്കമുഖഃ, വിദ്യാപരാങ്കമുഖഃ, സാധൂനാം വൃത്തിം, സാധുവൃത്തിം, രവേഃ കിരണാഃ, രവികിരണാഃ, ഗൃഹസ്യ അഭ്യന്തരേ, ഗൃഹാഭ്യന്തരേ. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതവാക്യേഷു സ്ഥൂലാക്ഷരപദാനാം പ്രസംഗാനുസാരം ഉചിതം അർത്ഥം ചിത്വാ ലിഖത്. താഴെ തന്നിരിക്കുന്ന അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിൻ്റെ കറക്റ്റ് ഏതർത്ഥമാണോ വരുന്നത് അത് തന്നിരിക്കുന്ന ഓപ്ഷനകത്തുനിന്ന് കണ്ടെത്തി എഴുതുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ. സന്ധിം പ്രകൽപ്യ കലശം ഗൃഹാഭ്യന്തരേ ക്ഷിപ്ത്വാൻ. പ്രകൽപ്യ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ വരിക? രചയിത്വ, ഉണ്ടാക്കി. പ്രചുരമണിമാണിക്യാനാം ആഭയ ഭാസമാനം ഗൃഹം അപശ്യതാം. ആഭയ തിളക്കത്താൽ. ഇപ്പം ഇവിടെ ഏതാ വരിക? പ്രകാശേന. ആപദാം തരണിഹി ധൈര്യം. തരണിഹി എന്നാൽ ബോട്ട്, വള്ളം എന്നാണ് അർത്ഥം. ഇപ്പം ഏതാ വരിക? നൗക. ജടിതി ഏവ ക്ഷേത്രം ഗതഃ. ജടിതി എന്നാൽ വേഗം. ഏതാ കറക്റ്റ്? ശീഘ്രം. വിഷാദം ത്യക്ത്വാ ഉദ്യമഃ ക്രിയതാം. ഉദ്യമഃ എന്നാൽ പരിശ്രമം. ഏതാ വരിക? പരിശ്രമഃ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതുകൊണ്ട് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്